നടൻ അഭിയുടെ മകൻ എന്നതിലുപരി തെന്നിന്ത്യൻ സിനിമയിലെ നടന്മാരിൽ പ്രധാനിയായി വളർന്നിരിക്കുകയാണ് ഷൈൻ നിഗം. നിരവധി ഹിറ്റ് സിനിമകളിൽ ശ്രദ്ധേയമായ നായക കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചുവെങ്കിലും ഇടയ്ക്ക് ചില വിവാദങ്ങൾ ഉണ്ടായത് നടന്റെ കരിയറിനെയും ബാധിച്ചിരുന്നു. മനഃപൂർവ്വം ചിലർ നടനെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് പുതിയ ആരോപണം. അതേസമയം പൊങ്കലിനോട് അനുബന്ധിച്ച് ഷെയ്ൻ നായകനാകുന്ന തമിഴ് ചിത്രം മദ്രസക്കാരൻ റിലീസിന് എത്തിയിരിക്കുകയാണ്. ജനുവരി 10-നാണ് സിനിമ റിലീസ് ചെയ്തത്. പക്ഷേ സിനിമയ്ക്കെതിരെ മോശമായ പ്രതികരണം വരുന്നതോടെ ആരും ഹെയ്റ്റ് പ്രചരിപ്പിക്കരുതെന്ന് പറയുകയാണ് നടൻ. സിനിമയുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിലാണ് നടൻ തുറന്ന് സംസാരിച്ചത്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം പ്രചരിപ്പിക്കുക, അല്ലാതെ വെറുപ്പ് പ്രചരിപ്പിക്കരുത്. ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല. പറഞ്ഞാൽ കണ്ണു നിറഞ്ഞു പോകും. അങ്ങനെ ഒരു സീനിലാണ് ഞാൻ നിൽക്കുന്നത്. എല്ലാവരും സഹായിക്കണം. ജനുവിനായ സപ്പോർട്ട് വേണം. നല്ലതാണെങ്കിൽ നല്ലത് എന്ന് പറയുക. അത്രമാത്രം മതി. ആരെയെങ്കിലും മനഃപൂർവ്വം തകർക്കാൻ നോക്കുന്നുണ്ട് എന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ എല്ലാവരും ആലോചിച്ചു നോക്ക്. അപ്പോൾ വസ്തുത മനസ്സിലാകും. എന്തായാലും ദൈവമുണ്ട്, നീതി തന്നെ നടപ്പിലാവും. ആ വിശ്വാസം തനിക്കുണ്ടെന്നും ഷെയ്ൻ നിഗം പറയുന്നു. നടൻ ഒപ്പം സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധേയനായ സന്തോഷ് വർക്കിയും ഉണ്ടായിരുന്നു. ഷൈൻ എന്ന് പറയുന്ന ആളോട് എല്ലാവർക്കും വ്യക്തിവൈരാഗ്യം ഉള്ളതുപോലെയാണ്. പണ്ട് ഈ പുള്ളിയുടെ പിതാവിനെ എല്ലാവരും ഒതുക്കാൻ നോക്കിയിരുന്നു. അതുപോലെയാണ് ഇപ്പോൾ ഷെയ്നിനോടും ചിലർ ചെയ്യുന്നത്. നല്ലൊരു നടനും നല്ല മനുഷ്യനുമാണ്. അദ്ദേഹത്തിന്റെ ഈ പടവും മികച്ചതാണെന്ന് സന്തോഷ് പറയുന്നു. മിമിക്രി താരവും നടനുമായിരുന്ന കലാഭവൻ അഭിയുടെ മൂത്ത മകനാണ് ഷെയ്ൻ നിഗം. ചെറിയ പ്രായത്തിൽ പല റിയാലിറ്റി ഷോകളിലും പങ്കെടുക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടെങ്കിലും ടെലിവിഷൻ പരമ്പരകളിൽ അഭിനയിച്ചാണ് ഷെയ്ൻ ശ്രദ്ധേയനാവുന്നത്. പിന്നീട് വർഷങ്ങൾക്കിപ്പുറം കിസ്മത്ത് എന്ന സിനിമയിലൂടെ നായകനായി. അഭിനേതാവാകാൻ അഭി ശ്രമിച്ചെങ്കിലും നായക റോളുകളിൽ ശോഭിക്കാൻ സാധിച്ചിരുന്നില്ല. ഇടയ്ക്ക് അസുഖബാധിതനായ താരം 2017-ലാണ് മരണപ്പെടുന്നത്. മകനെ സിനിമയിൽ നായകനായി കണ്ടതിന് ശേഷമായിരുന്നു അഭിയുടെ വേർപാട്. എന്നാൽ പലരും അഭിയെ സിനിമയിൽ ഒതുക്കിയെന്ന ആരോപണം പണ്ടു മുതലേ നിലനിന്നിരുന്നു. സമാനമായ രീതിയിൽ സിനിമയിൽ തിളങ്ങി നിൽക്കുന്നതിനിടെ ഷെയ്നും വിവാദങ്ങളെ നേരിടേണ്ടി വന്നിരുന്നു. നടനെതിരെ നിർമ്മാതാക്കൾ പരാതിയുമായി വരികയും അദ്ദേഹത്തെ സിനിമയിൽ നിന്നും വിലക്കിയ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ലിറ്റിൽ ഹാർട്സ് എന്ന സിനിമയാണ് അവസാനമായി മലയാളത്തിൽ പുറത്തിറങ്ങിയ ഷെയ്നിന്റെ സിനിമ.